സുരേഷ് ഗോപി തൃശൂരിൽ സജീവമായി ഇറങ്ങിയതോടെ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ഇമേജ് തകർക്കാനുള്ള നീക്കങ്ങളുമായി ഇടത് കേന്ദ്രങ്ങൾ ഇറങ്ങിയെന്നുള്ള ആക്ഷേപവുമായി ബിജെപിയും രംഗത്ത് വന്നിരിക്കുകയാണ്. കുറ്റപത്രവുമായി നടക്കാവ് പോലീസ് രംഗത്ത് വന്നിരിക്കുന്നു. മാതാവിന് നൽകിയത് ചെമ്പെന്ന പ്രചാരണം. അങ്ങനെ സുരേഷ് ഗോപിക്കെതിരെ ഇടത് കേന്ദ്രങ്ങൾ സജീവമായി ഇറങ്ങിയെന്നാണ് വലതുപക്ഷ ക്യാമ്പ് ആരോപിക്കുന്നത്. തൃശൂരിലെ ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഇമേജ് തകർക്കാൻ ഇടത് കേന്ദ്രങ്ങൾ കരുനീക്കങ്ങൾ തുടങ്ങി എന്ന ആരോപണവുമായി സുരേഷ് ഗോപി ആരാധകരും ബിജെപി പ്രവർത്തകരും രംഗത്ത് വന്നിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന ദിവസം തന്നെ മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസ് നടക്കാവ് പോലീസ് സജീവമാക്കുന്നു. നടക്കാവ് പോലീസ് സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 354, പോലീസ് ആക്ടിലെ 119A എന്നീ വകുപ്പുകൾ ചുമത്തിയെന്നാണ് സുരേഷ് ഗോപിയുടെ ആരാധകർ പറയുന്നത്. കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കാവ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതും സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെ കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും സജീവ ചർച്ചയാക്കിയതിന് പിന്നാലെയാണ് ആരാധകർ രംഗത്തിറങ്ങിയത്. 354 മുഴുവൻ വകുപ്പുകളും A മുതൽ D വരെ ചേർത്തതിനാൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ വരെ കഴിയും. ഈ കേസിൽ മകളുടെ വിവാഹം കാരണം സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഇനി വൈകാതെ തന്നെ കോടതി കേസിൽ വാദം കേട്ടു തുടങ്ങും. അതുപോലെ മകളുടെ വിവാഹത്തിന് ഒരു ദിവസം മുൻപ് സുരേഷ് ഗോപി തൃശൂരിൽ ലൂർദ് പള്ളിയിലെ മാതാവിന് 5 പവൻ സ്വർണ്ണ കിരീടം നൽകിയിരുന്നു. ഇപ്പോൾ ഇതാ സുരേഷ് ഗോപി നൽകിയ 5 പവന്റെ കിരീടം വെറും സ്വർണം പൂശിയ ചെമ്പ് മാത്രമാണെന്നുള്ള പ്രചാരണവുമുണ്ട്. സ്വർണ്ണ കിരീടത്തിന്റെ ഭൂരിഭാഗവും ചെമ്പ് മാത്രമായിരുന്നുവെന്നും പേരിന് സ്വർണം പൂശുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ദുഷ്പ്രചാരണം. തൃശൂരിലെ ശക്തൻ മാർക്കറ്റിന് ശുദ്ധജലം ശേഖരിക്കാനുള്ള ടാങ്കും ശക്തൻ ഇറച്ചി മാർക്കറ്റിലെ പ്രധാന കിണറിനുള്ള ഫൈബർ മറയും നഗരസഭയിലെ ഹെൽത്ത് ഓഫീസ് പ്രവർത്തിക്കാനുള്ള മുറികളും ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള മൂത്രപ്പുരയും എല്ലാം പണിത് നൽകാൻ സുരേഷ് ഗോപി നൽകിയത് 1 കോടി രൂപയാണ്. തന്നെ തോൽപ്പിച്ച മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു സുരേഷ് ഗോപി പ്രവർത്തിച്ചത്. ഏതായാലും സുരേഷ് ഗോപിക്കെതിരായ ഇടത് ക്യാമ്പുകളുടെ നുണപ്രചാരണം കൂടുകയാണെന്നാണ് ബിജെപി പ്രവർത്തകരുടെ ആരോപണം. സ്ത്രീ വോട്ടർമാർ കൂടുതലായി സുരേഷ് ഗോപിയുമായി അടുക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി തരംഗം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയിലാണ് ഇടത് ക്യാമ്പുകൾ സുരേഷ് ഗോപിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നാണ് ആക്ഷേപം.